നമസ്കാരം. ഇത് മർച്ചൻ്റ് നേവിക്കാർ, മർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞാൽ കച്ചവട കപ്പലിലെ ജോലിക്കാർ. അവർ പണ്ടൊക്കെ കൊച്ചിയിൽ വരുമ്പോൾ പെണ്ണ് പിടിക്കണ സംഭവം. അന്നൊക്കെ ഒരു മർച്ചൻ്റ് നേവീൻ്റെ ഷിപ്പ് കൊച്ചിയിൽ വന്നാൽ അതൊരു സംഭവമാണ്. വലിയ വലിയ കമ്പനികളിലെ ഷിപ്പ് വന്നാൽ ഈ നാവികർ ഷിപ്പ് അവിടെ എത്ര ദിവസം നിൽക്കണം, അവർ പെർമിഷൻ എടുത്തിട്ട് നഗരത്തിൽ കറങ്ങാൻ വരും. മെയിൻ ഉദ്ദേശം ഇതാണ്, പെണ്ണുപിടി. പിന്നെ വെള്ളമടിക്കും, പല പരിപാടിയും. അപ്പോൾ ഒരു ഷിപ്പിലെ ക്യാപ്റ്റന് വേണ്ടി അമ്മ മോളെ സെറ്റാക്കി കൊടുത്തൊരു സംഭവം. നേരിട്ട് സാക്ഷിയാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാനത് ഈ വിഷയം എടുത്തിരുന്നത്. അന്നൊക്കെ മർച്ചൻ്റ് നേവിൻ്റെ ഷിപ്പ് വന്നാൽ ഓട്ടക്കാർക്കൊക്കെ ഒരു 10 രൂപേൻ്റെ ഓട്ടമാണെങ്കിൽ അവർ 100 കൊടുക്കും. പൈസ ഫിസ്ക്കല്ലാതെ സൈക്കിൾ റിക്ഷ വിളിച്ചാലും അങ്ങനെയാണ്. അപ്പോൾ ഒരു ചേർത്തിയുണ്ട്, ചേർത്തി അങ്ങനെ പോകലുണ്ട്. അമ്മക്ക് കപ്പൽ വന്നാലേ അങ്ങനെ പോണ പെണ്ണുങ്ങളുണ്ട്. വേറെ ആർക്കും കൊടുക്കുകയൊന്നുമില്ല, അതവർ വിദേശികൾക്ക് മാത്രം. ജർമ്മൻ, ഫ്രഞ്ച്, അയർലൻഡ്, UK, US, അമേരിക്ക, അങ്ങനത്തെ ഓസ്ട്രേലിയ, അങ്ങനത്തെ ഒക്കെ നാട്ടിലുള്ള ആൾക്കാരാണ്. അവർ വന്ന 10 ദിവസം ഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ 10 ദിവസം ചിലപ്പോൾ ഒരെണ്ണത്തിൽ അവർ സെറ്റാക്കുക. അന്നൊക്കെ എറണാകുളത്ത് മേനക ഉണ്ടല്ലോ, പെൻറ്റാമേനക ഇപ്പോഴത്തെ, അന്ന് മേനക തിയേറ്ററാണ്. അതിൻ്റെ മുമ്പിലേ ഒരു റോഡുള്ളൂ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കായലാണ്. ഇപ്പം മുമ്പിലെ റോഡ് 1 വേ ആണ്, അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡ്. അത് കഴിഞ്ഞാൽ കുറച്ച് ബിൽഡിങ്ങുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കെട്ടിട സമുച്ചയം, അതിൻ്റെ ബാക്കിലൊരു വാക്ക് വേ, അതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ കായൽ. പണ്ട് അങ്ങനെയല്ല, മേനകേൻ്റെ അവിടെ നിന്നാൽ റോഡിൻ്റെ അപ്പുറത്ത് കായൽ, ഫോർട്ട് വെച്ച് വരെ ഇവിടുന്ന് കാണാം, ഒരു തടസ്സമില്ലാണ്ട്. അപ്പം അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്തുള്ള കലൂർ, കത്രിക്കടവ്, എളമക്കര, ചേരാനല്ലൂർ, ഇവിടെയൊക്കെ അന്ന് മർച്ചൻ്റ് നേവിക്കാരുണ്ട്. നമ്മുടെ നാട്ടുകാർ അവരൊക്കെ ഫേമസാണ്. അവരൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്കൊക്കെ ഒരു ആരാധന. ഈ വിദേശ ടീഷർട്ടൊക്കെ അന്ന് അവർക്കുള്ളൂ, അതൊക്കെ ഇട്ട് അവരിങ്ങനെ, അവരൊക്കെ പെർഫ്യൂമൊക്കെ അടിച്ചേ വരുള്ളൂ. അന്ന് ഗൾഫൊന്നും പ്രചാരത്തിലില്ല. അന്ന് ഇവർ വരുമ്പോഴേ പെർഫ്യൂമിൻ്റെ മണമൊക്കെ നമ്മൾ കേൾക്കണം. അപ്പോൾ ക്യാപ്റ്റന് നാട്ടിൽ വന്നപ്പോൾ ഒരു പൂതി, ഇവിടുത്തെ ഒരു പെണ്ണിനെ കളിക്കണം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ സെറ്റാക്കി കൊടുക്കാറ്. അപ്പോൾ അയാൾക്കറിയാമല്ലോ ഇവിടെ ഓടണ വണ്ടി ഏതൊക്കെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ പോകലുണ്ട്, അതിനൊരു 45 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറ്റുമല്ലോ, ഒരു ക്യാപ്റ്റനൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലുള്ളൊരു പെണ്ണ് വേണ്ടേ. അപ്പോൾ ഇയാൾ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, നിൻ്റെ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. അതൊന്നും വലിയൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇന്നിപ്പോൾ സിനിമ നടിയാകാനൊക്കെ വിടല്ലേ മക്കളെ തുണി കഴിക്കാൻ. ഇത് അതേപോലൊരു ഇതാണ്. ഒറ്റയടിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും, അല്ലാണ്ട് സ്ഥിരം വേശ്യ പണിയൊന്നുമല്ല. ഇപ്പം അങ്ങനെ മർച്ചൻ്റ് നേവിൻ്റെ ഷിപ്പ് വരലുണ്ട് അവിടെ, ഓയിൽ ടാങ്കർ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് വരും. പക്ഷേ നാവികർ ഇറങ്ങിയാലും അത് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോകും, നമ്മളറിയില്ല. പിന്നെ കയറ്റുമതിയൊക്കെ ഇപ്പോൾ കണ്ടെയ്നർ ടെർമിനൽ വഴി മദർ ഷിപ്പ് പുറം കടലിലായിരിക്കും, ഇവിടുന്ന് വേറെ ഷിപ്പിൽ കയറ്റി കൊണ്ട് ലോഡിങ് ചെയ്ത് വിടല. പണ്ട് അങ്ങനെയല്ല, ഷിപ്പ് പോകുമ്പോൾ ഇവിടെ ഇവരിങ്ങനെ വിലസുക. അപ്പോൾ തള്ളനോട് ചോദിച്ചു, മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ മോളാണെങ്കിലുണ്ടല്ലോ, മോൾക്കൊരു 25 വയസ്സിന് മേലെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ വാണറാണിയാണ്. അവൾ എന്ത് ഡ്രസ്സ് ഇട്ട് വന്നാലും 7 അഴകാം. അഹംഭാവം എന്നല്ല, നമ്മളെയൊക്കെ കണ്ടാൽ തിരിച്ച് വർത്താനൊക്കെ പറയും. നല്ലൊരു സ്നേഹമുള്ള പെണ്ണാണ്. സാരി ഉടുത്താലാണ് ഇവിടെ കുന്നുകളാണ് നമ്മൾ. വളരെ നൈറ്റ് സാറ്റൻ്റെയൊക്കെ സാരി ഉടുക്കും ഇവള്. ഒരു ഷഡ്ഡി, ഒരു അടിപ്പാവാട, അതിൻ്റെ മുകളിൽ ഇവള് സാരി ഉടുക്കുമ്പോണ്ടല്ലോ പൊക്കിളിൻ്റെയൊക്കെ ഒരുപാട് അടിയിലാണ് സാരി കുത്തുക. അതായത് ഇവളുടെ സാധനത്തിൻ്റെ ഒരു ഇഞ്ച് മുകളിലൊക്കെയാണ് ഇത് കുത്തിയേക്കണം. ഇവളുടെ പൊക്കിളാണെങ്കിൽ വടയെന്ന് പറയില്ല, ആ സാധനം ഒരു 150 വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിന്ന് ലീക്കാവില്ല, വളർത്തി കിടത്തി. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്.
അടിപൊളി സാരി കൊടുത്തിട്ടൊരു പോക്കുണ്ട്, സഡി വരെ ഇങ്ങനെ തെളിഞ്ഞ് കാണും അതിൻ്റെ ലൈന്. ആ പെണ്ണിനാണ് ഇയാളിങ്ങനെ നിർബന്ധിച്ചപ്പോൾ തള്ള പോകുകയെന്ന് വെച്ചപ്പോൾ മോളും അതൊന്നും ഒരു പുതുമയുള്ള കേസല്ല. എന്നൊക്കെ 10 ഉറുപ്പ് കിട്ടുമല്ലേ. ഇവളെ ഓട്ടർഷല കൊണ്ടുപോകണത് ഞാൻ കണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്. അന്ന് എറണാകുളത്ത് മേനകൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് ഹോട്ടൽ സീലോഡ്. അന്ന് ഈ ബാനർജി റോട്ടിലെ ഏറ്റവും വലിയ ഹോട്ടലതാ. അതിൻ്റെ മുകളിൽ നിന്ന് ടോപ്പിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ കടൽ ദൂരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ക്യാപ്റ്റൻ അവിടെ താമസിക്കുന്നത്, അവിടേക്കാണ് ഈ പെണ്ണിനെ കൊണ്ടുപോയത്. അവിടേക്ക് ഈ പെണ്ണ് പോയിട്ട് 5 ദിവസം കഴിഞ്ഞ് അവൾ വരണം. അപ്പോൾ വർഷയിലൊക്കെ കയറ്റിയാണ് കൊണ്ടുപോയത്. എൻ്റെ ദൈവമേ, ഈ ക്യാപ്റ്റൻ്റെ സാമാനം ശരിക്കും നമ്മുടെ ഒക്കെ സാധനത്തിന് ഇരട്ടിയുണ്ട്. ഈ പെണ്ണാണെങ്കിൽ വെർജിനായിരുന്നു, അടിച്ചിട്ട് ചോര ബ്ലീഡിങ്. അതിൽ ക്യാപ്റ്റന് സന്തോഷമായി. വെർജിനിറ്റി ബ്രേക്ക് ചെയ്തു ഹൗ എന്നൊക്കെ പറഞ്ഞ് കയ്യിലുള്ള പൈസ മുഴുവനും കൊടുത്തിട്ട് 5 ദിവസം കഴിഞ്ഞ് അവൾ അതേപോലെ വർഷയിൽ വന്നിറങ്ങണം. ഞാൻ കണ്ട് പാറ്റൊക്കെ ഒഴുകിയിട്ടുണ്ട് അവൾ. അതായത് അന്നൊക്കെ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണിത്. നേവികാർക്ക് കൊടുക്കുക, അല്ലാണ്ട് നടന്ന് കൊടുക്കൂല. അവരൊക്കെ ഇപ്പോൾ എവിടെയാണാവുക? നല്ലൊരു സുന്ദരിപ്പെന്നു. അന്നൊക്കെ അതൊരു നാട്ടു നടപ്പാണ്. ഇന്നൊക്കെ ആണെങ്കിൽ കേൾക്കണ. ഇന്നൊക്കെ ഇപ്പം ഉണ്ടല്ലോ എല്ലാം മാറി മറിഞ്ഞ്. ഇപ്പം നമ്മൾ മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ മദ്യത്തിനൊന്നും മദ്യത്തിൻ്റെ രുചിയല്ല. സാധാരണ സ്പിരിറ്റല്ലേ മദ്യമായിട്ട് മാറണം. ഇപ്പം വേറെ എന്തൊക്കെ സാധനം പൊടി ഇതൊക്കെ ഇതാക്കിയിട്ടാണ് ഈ വിദേശ മദ്യം വരെ കിട്ടുന്നത്. കള്ള ഷാപ്പിലെ കള്ള എന്തോ പൊടി കലക്കിയതാണ്. എത്ര ആൾ വന്നാലും അവിടെ കള്ളുണ്ടല്ലോ. ആകെ 4-5 തെങ്ങൊരു ഷാപ്പിൻ്റെ ഏരിയയിൽ ചെത്തുണ്ടാവുള്ളൂ. പിന്നെ വണ്ടികളാണ് ഈ വരണത്, അതായത് പൊടി കലക്കിയത് ഒക്കെ മായം ചേർക്കുക. അതൊക്കെ കുടിച്ചിട്ടാണ് ഈ ആൾക്കാർ കത്തിക്കുത്തും ഇതൊക്കെ ഉണ്ടാക്കുന്നത്, വയലൻ്റ് ആവണതൊക്കെ. ഒറിജിനൽ മദ്യം ഇത്ര കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എക്സൈസ് മന്ത്രിക്കും അറിയാം, എക്സൈസ് കമ്മീഷണർക്ക് അറിയാം, ഈ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അറിയാം, എക്സൈസുകാർക്കൊക്കെ അറിയാം. ഈ വ്യാജമാണ് ഇതൊക്കെ ഇപ്പോൾ നടക്കണതൊക്കെ. ഇന്ന് നടക്കണ എല്ലാം വ്യാജം. പണ്ടൊരു റിയാലിറ്റി ഉണ്ടായിരുന്നു. അന്നൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു നഗ്ന സത്യമാണ്. ഇതെല്ലാവരും അംഗീകരിച്ചിരുന്നു. ഒരു പെണ്ണ് വേശ്യപ്പണിക്ക് ഒരു ദിവസം പോയി, അതവർ പ്രൊഫഷനാണ്, അവർ പോയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു അന്നത്തെ ആൾക്കാർക്ക്. ഇന്നങ്ങനെയല്ല. ഇന്ന് ആരെങ്കിലും പോയാൽ അവരിട്ട് എടുത്തിട്ട് അലക്കി മടക്കി കോണം എടുത്ത് കളയും. ആ പഴയ കാലം തന്നെയായിരുന്നു എനിക്കിഷ്ടം. ആ സായിപ്പിൻ്റെ സാധനം കയറിയാൽ എന്താ പൈസ കിട്ടിയില്ല. അതിൽ അവളുടെ സീല് ബ്രേക്ക് ചെയ്ത സായിപ്പിൻ്റെ ഒരു ഭാഗ്യം. ഇതൊക്കെയാണ് ലോകം. നമസ്കാരം.